Welcome students. ഇന്ന് നമുക്ക് what are the difference between fluctuating capital method and fixed capital method? Difference between fluctuating capital method and fixed capital method. Fluctuating capital method number 1. There is only one account in the name of each partner, that is capital account. Under fluctuating capital method, there is only one account in the name of each partner, that is capital account. നമുക്കറിയാം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ഒരു പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ആ അക്കൗണ്ടിൻ്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ അക്കൗണ്ടിൻ്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ദെൻ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് there will be two accounts in the name of each partner, that is capital account and current account. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ഒരു അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ഒരു പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. എത്ര അക്കൗണ്ടുകൾ? രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ആദ്യത്തെ അക്കൗണ്ടിൻ്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ പേര് കറൻറ്റ് അക്കൗണ്ട് എന്നുമാണ്. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും കറൻറ്റ് അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു പാർട്ട്ണർക്ക് തന്നെ നമ്മൾ രണ്ട് അക്കൗണ്ടുകൾ വീതം പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എന്ത് ചെയ്യും? രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഡിഫറൻസ്, ദർ വിൽ ബി വൺ അക്കൗണ്ട് ഇൻ ദി നെയിം ഓഫ് ഈച്ച് പാർട്ട്ണർ അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. There will be two accounts in the partner of each partner under fixed capital method. Then second one, the capital account balance of a partner fluctuates from year to year. The capital account balance of a partner fluctuates from year to year. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എന്താണ്? പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകൾ മാറിക്കൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന ക്യാപിറ്റൽ ആയിരിക്കില്ല ക്ലോസിംഗ് ഡേറ്റിൽ ഉണ്ടാവുക. ദെൻ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ദി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് എ പാർട്ട്ണർ remains unaltered. The capital account balance of a partner remains unaltered. That means the capital account balance of a partner not changed. അപ്പോൾ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്, ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകൾ അൺആൾട്ടേർഡ് ആണ്, നോട്ട് ചേഞ്ച് ആണ്, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകളിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതെപ്പോഴും സ്ഥിരമായിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു മാറ്റവും ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലോ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. അപ്പോൾ എന്താണ്? അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, the capital account balance of a partner changes or fluctuates. Under fixed capital method, the capital account balance of a partner remains unaltered. Then third one, yearly adjustments such as salary, commission, interest on capital, etc. are done in the capital account itself. Yearly adjustments are made in the capital account itself. അപ്പം നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും, എല്ലാ വാർഷികമായിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളും, എന്തൊക്കെയാണ് വാർഷികമായിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ? സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിൽ തന്നെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റുകൾ മുഴുവനായിട്ടും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ചെയ്യും. ഏത് മെത്തേഡിൽ? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ. Then under fixed capital method, yearly adjustments such as interest on capital, salary, commission, etc. are done in the current account. ആർ മെയ്ഡ് ഇൻ ദി കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തേണ്ടത് എവിടെയാണ്? കറൻറ്റ് അക്കൗണ്ടിലാണ്. അപ്പോൾ കറൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇതൊക്കെ കാണിക്കുക. ഡെബിറ്റ് സൈഡിലോ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് ഇതൊക്കെ ഡെബിറ്റ് സൈഡിലും നമ്മൾ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും നമ്മൾ കാണിക്കണം. അപ്പോൾ കറൻറ്റ് അക്കൗണ്ടിലാണ് എല്ലാ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റുകളും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യുന്നതെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലോ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ഡൺ ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ് സെൽഫ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ,
only capital account is shown in the balance sheet. Only capital account balance is shown in the balance sheet of the partnership firm. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഏത് അക്കൗണ്ട് ബാലൻസ് മാത്രമേ കാണിക്കേണ്ടതുള്ളൂ? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മാത്രമേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ബാലൻസ് ഷീറ്റിൽ വരികയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്തിയിട്ട് നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് എഴുതും. ആ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് എഴുതുന്ന ആ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഏത് മെത്തേഡിൽ? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് മാത്രം കാണിച്ചാൽ മതി. ദെൻ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ബോത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട് ബാലൻസസ് വിൽ appear in the balance sheet. Both capital account balance and current account balance will appear in the balance sheet. അപ്പം ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസും അതോടൊപ്പം തന്നെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസും കാണിച്ചിരിക്കണം. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എന്ത് സംഭവിക്കും? രണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസുകളും, ഏതൊക്കെ രണ്ട് അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസുകളും അതോടൊപ്പം തന്നെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസുകളും നമ്മളിവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. അപ്പോൾ അതാണ് നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മാത്രം ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ കാണിക്കുമ്പോൾ ഫിക്സഡ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസും കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസും ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. ദെൻ നോ സ്പെസിഫിക് പ്രൊവിഷൻ ഈസ് റിക്വയർഡ് in the partnership deed for maintaining capital account under fluctuating capital method. No specific provision is required. പ്രത്യേകമായിട്ട് പ്രൊവിഷൻ വകുപ്പുകളൊന്നും നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല. ഏത് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒരു പ്രത്യേക പ്രൊവിഷനൊന്നും നമ്മൾ എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന ആ കണ്ടന്റിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്ത് എഴുതി ചേർക്കേണ്ട? ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്ന് എഴുതി ചേർക്കേണ്ട, അല്ലെങ്കിൽ പ്രത്യേക പ്രൊവിഷൻ ഒന്നും എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല. Then separate provision in the partnership deed is required for maintaining capital under fixed capital method. Separate provision is required. പ്രത്യേക പ്രൊവിഷൻ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ എഴുതി ചേർക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ പ്രത്യേക പ്രൊവിഷൻ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതി ചേർത്തിട്ട് മാത്രമേ എന്ത് മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റൂ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റൂ. ഇതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ.